ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. വളരെ വിശദമായി തന്നെ ഓരോ ഹർഫും അതിൻ്റെ ശബ്ദം പുറപ്പെടുന്ന സ്ഥാനം, ഉച്ചാരണം ഉത്ഭവിക്കുന്ന സ്ഥാനം, അതാണല്ലോ മഖ്റജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മഖ്റജുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി നാം അറിഞ്ഞു. ശേഷിക്കുന്ന കാര്യമാണ് മഖാരിജിൻ്റെ അത്ര തന്നെ പ്രാധാന്യമുള്ള സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങൾക്ക് നൽകപ്പെടേണ്ടതായ സ്വരവിശേഷണങ്ങൾ. എന്താണ് സിഫത്ത്, അതിൻ്റെ ഭാഷാർത്ഥം, അതുമായി ബന്ധപ്പെട്ട കാര്യം. അതുപോലെ സിഫാത്ത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ, അതും നാം അറിയുകയുണ്ടായി. പ്രധാനമായി പണ്ഡിതന്മാർ 20 സിഫത്തുകളാണ് നിർണയിച്ചിട്ടുള്ളത്. ചിലർക്ക് 18 അഭിപ്രായവുമുണ്ട്. ഭൂരിഭാഗം 20 അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി ശേഷിക്കുന്ന കാര്യമാണ് തഖ്സീമു സിഫാത്ത്, സ്വരവിശേഷണങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ വിഭാഗങ്ങൾ, വിഭജനം. അതായത് സ്വരവിശേഷണങ്ങളുടെ ഇനങ്ങൾ. തൻഖസിമു സിഫാത്തു ഇലാ ഖിസ്മൈനി, സ്വരവിശേഷണങ്ങൾ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ ശബ്ദ ഗുണങ്ങൾ, അവ രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഒന്ന് ദാത്തിയ്യ, രണ്ട് ആറദിയ്യ. ദാത്തിയ്യ, ആറദിയ്യ എന്നിങ്ങനെ അടിസ്ഥാനമായി 2 വിഭാഗങ്ങളാണ് സിഫാത്തുൽ ഹുറൂഫ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് ദാത്തിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? فالذاتية هي الصفة الملازمة للحرف بمعنى أنها لا تفارقه أبدا كالقلقلة والشدة. ذاتية എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരത്തിന് സ്ഥിരമായി എപ്പോഴും ഉണ്ടായിരിക്കുന്നതായ സിഫ, സ്വരവിശേഷണം. അതാണ് ദാത്തിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ അടിസ്ഥാനമായി ആ അക്ഷരത്തിൽ എപ്പോഴും എല്ലാ സന്ദർഭത്തിലും ഒരു സിഫത്ത് നിലനിൽക്കുന്നതായിരിക്കും. ഒരിക്കലും അത് ഒഴിവായി പോവുകയില്ല. അത്തരം സിഫത്തുകൾക്കാണ്, അത്തരം സ്വരവിശേഷണങ്ങൾക്കാണ് അസ്സിഫത്തു ദാത്തിയ്യ, ദാത്തിയ്യത്തായ സിഫത്ത് എന്ന് പറയുന്നത്. ഇതുപോലെ ഖൽഖല, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളൊക്കെ പോലെ, അതുപോലെ ഹംസ്, റഖാവ, ഇങ്ങനെ പല സിഫത്തുകളും നമുക്ക് ദാത്തിയ്യത്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹുറൂഫുൽ ഖൽഖല നമുക്കറിയാവുന്ന 5 അക്ഷരങ്ങൾ, അവയിൽ എപ്പോഴും ആ സിഫത്ത് നിലനിൽക്കും. സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോൾ അത് കൂടുതൽ പ്രകടമാവുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഷിദ്ദത്ത് നൽകപ്പെടുന്ന അക്ഷരങ്ങൾ, അതിൻ്റെ വിപരീതമായ റഖാവത്ത് നൽകപ്പെടുന്ന അക്ഷരങ്ങൾ. എന്നാൽ രണ്ടാമത്തെ സിഫ, രണ്ടാമത്തെ വിഭാഗമാണ്, രണ്ടാമത്തെ ഖിസ്മ്, രണ്ടാമത്തെ വിഭാഗമാണ് വൽ ആറദിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അസ്സിഫത്തുൽ ആറദിയ്യ, ദാത്തിയ്യ എന്നതിൻ്റെ വിപരീതമായ ആറദിയ്യ. വഹിയ അസ്സിഫത്തു അല്ലതി തൽഹഖു الحرف أحيانا وتفارقه أحيانا. അക്ഷരത്തിന് ചിലപ്പോൾ വന്നു ചേരുകയും മറ്റ് ചിലപ്പോൾ അക്ഷരത്തിൽ നിന്ന്, ഹർഫിൻ്റെ ഉച്ചാരണത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയും ചെയ്യുന്നതായ സിഫത്ത്. അക്ഷരങ്ങൾക്ക് ചിലപ്പോൾ നൽകപ്പെടും, മറ്റ് ചിലപ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിൽ ഈ സിഫത്ത് ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ചിലപ്പോൾ മാത്രം നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ ഇതിനാകുന്നു അൽ ആറദിയ്യ, അസ്സിഫത്തുൽ ആറദിയ്യ എന്ന് പറയുന്നത്. ആറദിയ്യ, ഐന്, റാ, ദ്വാദ്,
ആരിദ് എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണല്ലോ. മദ് ആരിദ് ലിസുക്കൂൻ, താൽക്കാലികമായി നൽകപ്പെടുന്ന ദീർഘത്തിനാണ് മദ് ആരിദ് എന്ന് പറയാം. ഇവിടെ താൽക്കാലികമായി സ്ഥിരപ്പെട്ടതല്ലാത്ത സിഫത്താണ് അറദിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തഫ്ഖീമി വത്തർഖീഖ്, തഫ്ഖീമും തർഖീഖും പോലെ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന പെരുപ്പിക്കലും നേർപ്പിക്കലും, ഇതൊരു അറദിയ്യത്തായ രണ്ട് സിഫത്തുകളാണ്. ഇപ്രകാരം അഹ്കാമുകൾ ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ് ഇതിലൊക്കെയും അറദിയ്യത്തായ സിഫത്തായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ വന്നു ചേരുകയും മറ്റു ചിലപ്പോൾ ഒഴിവായി പോവുകയും ചെയ്യുന്ന സ്വരവിശേഷണങ്ങൾക്കാകുന്നു അസ്സിഫത്തുൽ അറദിയ്യ എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനമായി അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ രണ്ട് വിഭാഗമാണ്. ഒന്നാമത്തേത് അസ്സിഫാത്തു ദാതിയ്യ, വളരെ അടിസ്ഥാനമായി എപ്പോഴും അതിൽ നിലനിൽക്കുന്നതായ സ്ഥിരപ്പെട്ടതായ സ്വരവിശേഷണങ്ങൾ. രണ്ടാമത്തേത് അസ്സിഫാത്തുൽ അറദിയ്യ, താൽക്കാലികമായി വന്നു ചേരുന്നതായ സ്വരവിശേഷണങ്ങൾ. ബാറകല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി